ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിനുള്ള കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് കെ സുരേന്ദ്രൻ വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ സാധ്യത. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും. വിവരങ്ങളുമായി ഇപ്പോൾ ഡി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിനുള്ള കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. കെ സുരേന്ദ്രൻ തുടരുമോ അതോ മറ്റാരെങ്കിലും ഒക്കെ വരുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ആരൊക്കെയാണ് ഈ സാധ്യതാ പട്ടികയിലുള്ളവർ? ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഔദ്യോഗികമായ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. കാരണം RSSന്റെ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വിവാദങ്ങളും വരാത്ത തരത്തിൽ ഒരു സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തണം എന്നൊരു നിർദ്ദേശം RSSന്റെ ഭാഗത്തുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നാമനിർദ്ദേശ പത്രിക ഉൾപ്പെടെയുള്ളവ സമർപ്പിച്ചുകൊണ്ട് വേണം ഇത്തരത്തിൽ ഒരു അധ്യക്ഷനെ കണ്ടെത്താൻ എന്നായിരുന്നു നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അവരുടെ വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിരുന്നു. സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകുന്നതിന്റെ അവസാന തീയതി ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കേരളത്തിന്റെ പ്രഭാരി കൂടിയായ പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. മാത്രവുമല്ല, കേന്ദ്ര നിർദ്ദേശം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അടുത്ത സംസ്ഥാന അധ്യക്ഷൻ അല്ലെങ്കിൽ ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ ഇന്നത്തെ ചർച്ചയിലൂടെ എത്താൻ സാധ്യതയുണ്ട്. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. നാളെ 11 മണിക്കാണ് ഔദ്യോഗിക പ്രഖ്യാപനം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കെ സുരേന്ദ്രന് തന്നെയാണ് ഇപ്പോൾ സാധ്യതയും മുൻതൂക്കവും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിലുണ്ടായ ബി.ജെ.പിയുടെ വളർച്ചയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ദേശീയ നേതൃത്വത്തിനുള്ള താല്പര്യം കെ സുരേന്ദ്രൻ തുടരണം എന്ന് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കെ സുരേന്ദ്രന് അനുകൂലമായ ഒരു നിലപാട് സംസ്ഥാന കമ്മിറ്റിയും എടുക്കും. നിലവിൽ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മുൻ മന്ത്രി വി മുരളീധരൻ, ഒപ്പം മുൻ മന്ത്രി രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ ശോഭാ സുരേന്ദ്രൻ, ഇങ്ങനെയുള്ള പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു വിവാദത്തിലേക്ക് പോകാതെ ഇപ്പോഴത്തെ സാധ്യതകൾ കൂടി കണക്കിലെടുത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള വിജയം നേടുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം കെ സുരേന്ദ്രൻ കാഴ്ചവെച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നേട്ടമായി മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന് അനുകൂലമായ ഒരു നിലപാട് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ കെ സുരേന്ദ്രൻ തന്നെ സംസ്ഥാന അധ്യക്ഷനായി വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം മറ്റു തരത്തിലുള്ള വിയോജിപ്പുകളൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഒപ്പം ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് സംസ്ഥാന നേതൃത്വവും അംഗീകരിക്കാനാണ് സാധ്യത. ഹരിത. പിന്നെ അതേസമയം തന്നെ ഈ സ്ത്രീ പ്രാതിനിധ്യം എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ബി.ജെ.പി. അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ശക്തമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന നേതൃപദവിയിൽ തന്നെ ഉണ്ട്. അതേസമയം അതേ സംസ്ഥാന നേതൃപദവിയിലുള്ള എം ടി രമേശ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം അവരെ കഴിഞ്ഞ മത്സരങ്ങൾ പല സ്ഥലങ്ങളിലും മത്സരിച്ചുവെങ്കിലും അവിടെയൊക്കെ വലിയ തരത്തിലുള്ള മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ദേശീയ നേതൃനിരയിലേക്ക് ശോഭാ സുരേന്ദ്രനെ എത്തിക്കാനുള്ള ഒരു നീക്കം ദേശീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ചും ദേശീയ നേതാക്കന്മാരുമായി നല്ല ഒരു സൗഹൃദവും ബന്ധവും കാത്തുസൂക്ഷിക്കുന്നതിനുപരിയായി ഈ സമീപകാലങ്ങളിലൊക്കെ തന്നെ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുമാറി നിന്നുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമീപനം അവരെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സംസ്ഥാന നേതൃത്വത്തിൽ ഇനിയിപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. പ്രത്യേകിച്ചും ദേശീയ നേതൃത്വത്തിൽ എത്തിക്കുക, അതിനുശേഷം മറ്റേതെങ്കിലും പദവി നൽകിക്കൊണ്ട് അവരെ ദേശീയ നേതൃത്വത്തിലേക്ക് മാറ്റാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതാണ് വ്യക്തമാകുന്നത്. ശരി, ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്.